അഹമ്മദാബാദ് വിമാന ദുരന്തം അന്വേഷിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ച് വ്യോമയാന മന്ത്രാലയം ഉത്തരവിറക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി തലവൻ. വിമാന സർവീസിനായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ സമിതി ശുപാർശ ചെയ്യും. വ്യോമയാന മന്ത്രാലയ സെക്രട്ടറി, ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ജോയിന്റ് സെക്രട്ടറി, ഗുജറാത്തിലെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥൻ, സംസ്ഥാനങ്ങളിലെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികൾ, അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ എന്നിവരാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം അന്വേഷിക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയിലുണ്ടാവുക. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി തലവൻ. ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള രേഖകൾ സമിതി പരിശോധിക്കും. സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധനകൾ നടത്തും. ആ സമയത്ത് എയർ ട്രാഫിക് കൺട്രോൾ റൂമിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടുള്ള വിവിധ ഏജൻസികളുമായി സഹകരിച്ച് വിവരശേഖരണം നടത്തും. എന്തുകൊണ്ട് അപകടം നടന്നു എന്ന് വിലയിരുത്തും. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെക്കും. വിമാനം പറന്നുവരുന്നതിന് മുൻപ് നടത്തേണ്ട പരിശോധനകൾ എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ ചട്ടം രൂപീകരിക്കുകയും അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്യും. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ ഇന്നലെ കണ്ടെടുത്തിരുന്നു. ഇത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പരിശോധനാ ഫലം ലഭിക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നേക്കും. ഈ ഫലമായിരിക്കും അപകടത്തിന് കാരണം കണ്ടെത്താൻ ഏറ്റവും നിർണായകമാവുക. പൈലറ്റുമാരുടെ ശബ്ദമടക്കം ഇതിൽ റെക്കോർഡായിട്ടുണ്ടാകും. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.